ഹലോ, നിങ്ങൾ മന്ത്രാലയം പോയിട്ടുണ്ടോ? അതുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. മന്ത്രാലയത്തിലുള്ള ദൈവം രാഘവേന്ദ്ര സ്വാമിയാണ്. അപ്പോൾ ഞങ്ങളും പോകാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് മൊമെൻറ്റിൽ ബസ് ബുക്ക് ചെയ്തു. 8 o'clock ബസ്സുള്ളത്. പക്ഷേ ഞങ്ങൾ 7:30 ആയി കാറ് ബുക്ക് ചെയ്യാൻ. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബസ് കിട്ടി. ഇതെൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ അച്ഛനിരിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് പാർസൽ ചെയ്തുകൊണ്ട് ബസ്സിലിരുന്ന് കഴിച്ചു. ഞങ്ങൾ മൈസൂരിൽ നിന്ന് കയറിയോണ്ട് 10 hours ജേർണിയായിരുന്നു. അപ്പോൾ കുറച്ച് റീൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് ഈ റീല്. ഇത് യൂട്യൂബിൽ 20K വ്യൂസൊക്കെ ആയി കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ റീൽസ് ഉണ്ടാക്കി മതിയായി ഉറങ്ങി. നമ്മളവിടെ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ എത്തി. നമ്മൾ റൂം മുമ്പേ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു 2-3 സൈഡിൽ റൂം അന്വേഷിക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് ജസ്റ്റ് ലഗേജ് വെച്ച് ഒന്ന് ഫ്രഷപ്പ് ചെയ്യാൻ മാത്രമായിരുന്നു റൂം. അതുകൊണ്ട് ഇത് ഫൈനലൈസ് ചെയ്തു. ഒരു 10 മണിയാകുമ്പോൾ നമ്മളൊക്കെ റെഡിയായി. ഇവളുടെ വക കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഉണ്ടായിരുന്നു. വീക്കെൻഡ് പോയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കുരി ഇടാൻ വേണ്ടിയിട്ട് റോഡിൽ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊന്ന് കിട്ടി. ഇതാണ് മന്ത്രാലയം. നല്ല വലിയ അമ്പലമാണ്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോകണം. നിങ്ങളൊക്കെ മഹാവതാർ നരസിംഹ മൂവി കണ്ടിട്ടുണ്ടാവല്ലോ. അതിലുള്ള പ്രഹ്ലാദാണ് അടുത്ത ജന്മത്തിൽ രാഘവേന്ദ്ര ആയിട്ട് ജനിച്ച് ഈ അമ്പലത്തിൽ വസിക്കുന്നത്. രാഘവേന്ദ്ര വലിയ കൃഷ്ണഭക്തമായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള അമ്പലമാണ് ഇത്. നല്ല റഷുള്ളതുകൊണ്ട് ദർശനത്തിന് വേണ്ടിയിട്ട് 2 മണിക്കൂർ ക്യൂവിൽ നിന്നു. ഇവിടെ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഡീഹൈഡ്രേഷൻ കാരണം തലചുറ്റി വീണു. അതെ, എൻ്റെ അനിയത്തി അവിടെ ആകമൊത്ത സീനാക്കി. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇത്. അങ്ങനെ ദർശനം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇതാണ് മന്ത്രാക്ഷത്തെ. എല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അവിടെ അടുത്തായിട്ട് പഞ്ചമുഖിയും പിന്നെ 2-3 അമ്പലമുണ്ട്. അവിടെയും കയറാമെന്ന് വിചാരിച്ചു. നല്ല ഓട്ടോ റൈഡും കഴിഞ്ഞ് നെക്സ്റ്റ് പോയ അമ്പലമാണ് ഇത്. നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള ഈ അമ്പലത്തിലാണ് രാഘവേന്ദ്ര സ്വാമി മെഡിറ്റേറ്റ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി ബാഗ് പാക്ക് ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ മൈസൂരെത്തി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.